രാവിലെ മിൽട്ടൺ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വാൾട്ടറുടെ അറസ്റ്റും മറ്റ് വിശദ വിവരങ്ങളും മനസ്സിലാക്കി അടുത്ത പദ്ധതി തയ്യാറാക്കുകയായിരുന്നു. അപ്പോഴാണ് തൻ്റെ ഏറ്റവും അടുത്ത കൂട്ടാളി വിൽസൺ അങ്ങോട്ട് കടന്നു വന്നത്. ഡിറ്റക്റ്റീവ് വിക്ടറിന് നേരെ കാഞ്ചി വലിച്ചത് വിൽസൺ ആയിരുന്നു. മിൽട്ടൺ, പപ്പ അന്വേഷിക്കുന്നുണ്ട് നിന്നെ. ഓ, അത് സാരമില്ല, ഞാൻ ഉച്ച കഴിഞ്ഞ് അദ്ദേഹത്തെ പോയി കാണുന്നുണ്ട്. അത് പറ്റില്ല, ഇപ്പോൾ തന്നെ പോയി കാണണം. ആൾ വളരെ ദേഷ്യത്തിലാണ്. അതെന്തിന്? സന്തോഷിക്കേണ്ട സമയമല്ലേ ഇപ്പോൾ. നീ പോയി പപ്പയെ കാണൂ മിൽട്ടൺ. നീ കാരണം ഇപ്പം ഞങ്ങളും കുടുങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. മിൽട്ടൺ അമ്പരന്നു. എവിടെയുണ്ട് പപ്പ? അദ്ദേഹം ഗോൾഫ് പ്രാക്ടീസ് ചെയ്യുന്നു. ഒറ്റയ്ക്കേ ഉള്ളൂ. രാവിലെ മുതൽ വെറുതെ ബോൾസ് അടിച്ച് തെറിപ്പിച്ച് വിടുന്നു. ഞാൻ ചെന്നപ്പോൾ എന്നോട് വെറുതെ തട്ടിക്കയറി. നീ എവിടെയെന്ന് ചോദിച്ചു. വല്ലാത്ത ദേഷ്യത്തിലാണ്. മിൽട്ടൺ പിന്നെ നിന്നില്ല. ഉടനെ തന്നെ വീടിന് പുറകിലെ വിശാലമായ പ്രൈവറ്റ് ഗോൾഫ് ഫീൽഡിലേക്ക് ചെന്നു. ഏക്കറുകളോളം പരന്നു കിടക്കുന്ന പച്ചപ്പ്, കൊച്ചു കൊച്ചു മൊട്ടക്കുന്നുകളും ഇടയ്ക്കിടെ ചെറിയ കൃത്രിമ തടാകങ്ങളുമായി അതിമനോഹരമായിരുന്നു ആ ഫീൽഡ്. എല്ലാം ലൂയിസ് കുടുംബത്തിന് സ്വന്തം. മിൽട്ടൺ ലൂയിസിന്റെ പപ്പ റോഡ്രിഗോ ലൂയിസ്. ആ പച്ചപ്പരപ്പിൽ ആകെയുണ്ടായിരുന്ന ഒരു മനുഷ്യജീവി അദ്ദേഹം മാത്രമായിരുന്നു. തൂവെള്ള ടീഷർട്ടും ഷോർട്ട്സും ധരിച്ച് ഒരു ചെറുപ്പക്കാരനേക്കാളും ഊർജ്ജസ്വലതയോടെ അദ്ദേഹം ഗോൾഫ് ബോളുകൾ അടിച്ച് തെറിപ്പിച്ചുകൊണ്ടിരുന്നു. പപ്പ? മിൽട്ടൺ അടുത്തെത്തി. ഓ മിൽട്ടൺ. അദ്ദേഹം പുഞ്ചിരിയോടെ തിരിഞ്ഞു നിന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? കണ്ടിട്ട് എത്ര ദിവസങ്ങളായി? പപ്പ എന്നെ അന്വേഷിച്ചോ? ഉവ്, ഞാനിന്ന് രാവിലെ വിൽസനെ കണ്ടിരുന്നു. അവനാണ് പറഞ്ഞത് നിങ്ങൾ രണ്ടാളും ചേർന്ന് എന്തൊക്കെയോ കുസൃതികൾ ഒപ്പിച്ചെന്ന്. വൃദ്ധൻ വീണ്ടും ചിരിച്ചു. നിങ്ങൾ ആ പോലീസ് ഓഫീസർ വിക്ടറെ കാണാൻ പോയെന്ന് പറഞ്ഞു. അദ്ദേഹം പുരികമുയർത്തി അല്പനേരം മിൽട്ടനെ തന്നെ സൂക്ഷിച്ചു നോക്കി നിന്നു. ഞാൻ അവനോട് പറഞ്ഞു, മിൽട്ടൺ അത്ര സ്റ്റുപ്പിഡല്ലെന്ന്. ഒരു പോലീസുകാരനെ അങ്ങോട്ട് ചെന്ന് പ്രകോപിപ്പിക്കാനും മാത്രം നീ ഒരു മന്ദബുദ്ധി ആയിട്ടില്ലെന്ന്. മിൽട്ടൺ മറുപടി പറയാതെ തല താഴ്ത്തി നിന്നതേയുള്ളൂ. സത്യമാണോ മിൽട്ടൺ? നിങ്ങൾ അയാളെ കാണാൻ പോയിരുന്നോ? എല്ലാം അറിഞ്ഞിട്ടാണ് പപ്പ ഈ സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം. അയാളെ ഇന്നലെ ഞങ്ങൾ... മിൽട്ടൺ പറഞ്ഞു പൂർത്തിയായില്ല. അതിനു മുൻപേ തന്നെ സീൽക്കാരത്തോടെ പാഞ്ഞു വന്ന ഗോൾഫ് ക്ലബ് അവൻ്റെ മുഖത്ത് പതിഞ്ഞു. മലർന്നടിച്ച് വീണുപോയി അവൻ. വാട്ട് ദ ഹെൽ യു ആർ തിങ്കിങ് യു സൺ ഓഫ് എ ബിഗ്? റോഡ്രിഗോ ആക്രോശിച്ചു. നീ കൊന്നത് ഒരു പോലീസ് ഓഫീസറെയാണ്, യുഫ് ഇഡിയറ്റ്. എല്ലാം നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ബാസ്റ്റഡ്. മിൽട്ടന്റെ മുഖമാകെ ചോരയിൽ കുളിച്ചിരുന്നു. എന്തായിരുന്നു നിന്റെ ചിന്ത എന്ന് എനിക്കിപ്പോൾ അറിയണം. എന്തുകൊണ്ട് നീ അത് ചെയ്തു? പറഞ്ഞിട്ടേ നീ ഇന്ന് ഇവിടുന്ന് പോകൂ. അയാളുടെ അലർച്ചയിൽ ആ ഫീൽഡ് പ്രകമ്പനം കൊണ്ടു. പപ്പ, മിൽട്ടന്റെ സ്വരം പതറി. നിങ്ങൾക്കറിയില്ലേ, അയാൾ കുറേ നാളായി നമ്മുടെ പുറകെ. ഇന്നലെ നമ്മുടെ ഒരു പയ്യൻ അയാൾ... സോ വാട്ട്? തെളിവ് എന്തെങ്കിലും ഉണ്ടോ അയാളുടെ കയ്യിൽ? അയാൾ ഇരുട്ടിൽ തപ്പാൻ വേണ്ടി മനഃപൂർവ്വം ഓരോ ചെറിയ ഇരകളെ എറിഞ്ഞു കൊടുക്കുകയായിരുന്നു ഞാൻ. ഇനി അഥവാ അയാൾ കൂടുതൽ എന്തെങ്കിലും അറിഞ്ഞാൽ തന്നെ കൊല്ലാനൊന്നും എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല. നമ്മുടെ രീതികൾ അങ്ങനെയല്ല, നിനക്കറിയാം അത്. പോലീസുകാരെ തൊട്ടാൽ പിന്നെ കളി മാറി. ഇനി നീ നോക്കിക്കോ. പപ്പ. മിൽട്ടന്റെ സ്വരത്തിലെ പെട്ടെന്ന് കടന്നു വന്ന ഗൗരവം റോഡ്രിഗോയെ അമ്പരിപ്പിച്ചു. ഇതുവരെ മിൽട്ടൺ അയാളുടെ നേരെ നിന്ന് സംസാരിച്ചിട്ടില്ല. നമ്മുടെ ബിസിനസിന്റെ പേരിലല്ല ഞാൻ അവനെ കൊന്നത്. പിന്നെ അവനെൻ്റെ പെണ്ണിനെ, എൻ്റെ മാഗിയെ... വീണ്ടും ഗോൾഫ് ക്ലബ്ബ് വായുവിലിറങ്ങു. പക്ഷേ ഇപ്രാവശ്യം മിൽട്ടൺ തൻ്റെ വലങ്കൈ ഉയർത്തി അത് തടഞ്ഞു. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും പപ്പ, മാഗി എൻ്റെ പെണ്ണാണ്. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന എൻ്റെ സ്വന്തം പെണ്ണ്. അവളെ ഒരുത്തൻ അനുവാദം കൂടാതെ തൊട്ടാൽ ആണായി പിറന്ന ഒരുത്തൻ എന്തു ചെയ്യാമോ അത് മാത്രമേ ഞാനും ചെയ്തുള്ളൂ. മിൽട്ടന്റെ സ്വരത്തിൽ അന്നുവരെ കണ്ടിട്ടില്ലാത്ത ദാർഢ്യം പിതാവിനെ അമ്പരിപ്പിച്ചു. കുറേ നേരം മുഖത്തോട് മുഖം നോക്കി രണ്ടുപേരും ആ നിൽപ്പ് നിന്നു കുറച്ചുനേരം. ഒടുവിൽ വൃദ്ധന്റെ മുഖത്തൊരു ചിരി വിടർന്നു. അവജ്ഞയോടെയുള്ള ഒരു ചിരി. ഞാനൊരു കഥ പറഞ്ഞു തരാം മിൽട്ടൺ. അയാൾ അവനോടടുത്ത് നിന്നു. പണ്ട് നമ്മൾ ഡിട്രോയിറ്റിലായിരുന്ന സമയത്ത്. പ്ലീസ് പപ്പ. മിൽട്ടൺ അയാളെ തടഞ്ഞു. എനിക്കറിയാം ഈ കഥ. എന്നെ നിങ്ങൾക്കൊരു കുപ്പത്തൊട്ടിയിൽ നിന്ന് കിട്ടിയതും സഹതാപം തോന്നി എടുത്തുകൊണ്ടുപോയി വളർത്തിയതും എല്ലാം 1000 വട്ടം ഞാൻ കേട്ടിട്ടുണ്ട്. ഈ കാണുന്നതിനൊന്നും ഞാൻ അർഹനല്ലെന്നല്ലേ? ഞാനൊരു ബാസ്റ്റഡാണെന്നല്ലേ? എനിക്കറിയാം. എന്തു പറഞ്ഞാലും ചെയ്താലും അവസാനം എനിക്ക് കിട്ടുന്നത് ഇതാണ്. നിങ്ങളുടെ വായിൽ നിന്നൊരു നല്ല വാക്ക് കേൾക്കാനായിട്ടാണ് എൻ്റെ ജീവിതത്തിലെ നല്ല പങ്ക് മുഴുവനും ഞാൻ ചെലവിട്ടത്. ബട്ട് എനിക്ക് മനസ്സിലായി, ഞാൻ ഒരിക്കലും അത് പ്രതീക്ഷിക്കാൻ പാടില്ല. മകനല്ല നിങ്ങൾക്ക് ഞാൻ, ഒരു ഗുണ്ടയാണ്.
നിങ്ങളുടെ ഡേർട്ടി ജോബ്സ് ചെയ്യാൻ മാത്രം വളർത്തുന്ന ഒരു നായ. എക്സാക്ട്ലി. റോഡ്രിഗോയുടെ മുഖത്ത് യാതൊരു മയവുമില്ലായിരുന്നു. ലൂയിസ് കുടുംബത്തിലേക്ക് ഒരു പോലീസുകാരെ വിവാഹം കഴിച്ചു കൊണ്ടുവരാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് നിന്റെ ഒരു വെറും വ്യാമോഹം മാത്രമാണ് മിൽട്ടൺ. നമുക്ക് കാണാം പപ്പ. തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ മിൽട്ടന് പെട്ടെന്ന് ഓർമ്മ വന്നിട്ടെന്നോണം തിരിഞ്ഞു നിന്നു. വാൾട്ടർ ലെവിൻ അറസ്റ്റിലാണ്. കുറച്ച് ദിവസങ്ങളെങ്കിലും അവനകത്തായിരിക്കും. അവൻ്റെ അപ്പനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇതാണ് അവസരം. അറിയാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം. ആ വൃദ്ധൻ കുറച്ചുനേരം നിശബ്ദനായി നിന്നു. പതിയെ കണ്ണുകൾ അടച്ചു തുറന്നു. പുതിയൊരു മനുഷ്യനായി മാറിയിരുന്നു അയാൾ. മിൽട്ടൺ, ഐ ആം സോറി. നിമിഷങ്ങൾക്കുള്ളിലാണ് അയാളുടെ മൂഡ് മാറിയത്. നിനക്കറിയാമല്ലോ എന്നെ. ദേഷ്യം വന്നാൽ പിന്നെ എന്തൊക്കെയാണ് പറയുകയെന്നോ പ്രവർത്തിക്കുകയെന്നോ അറിയില്ല എനിക്ക്. അയാൾ മുൻപോട്ട് നടന്ന് അവൻ്റെ തോളിൽ കൈവച്ചു. വാൾട്ടറെ അകത്താക്കാൻ ആ ബാഡ്ജ് ഒന്നും മതിയാകില്ല. അവർ പോലീസ് ഓഫീസേഴ്സാണ്. ഇത്തരം എവിഡൻസ് പ്ലാനിംഗ് അവർ സ്ഥിരം കാണുന്നതല്ലേ. അവൻ ഇന്ന് തന്നെ വെളിയിലിറങ്ങും. സാധ്യതയില്ല. അഥവാ അയാൾ ഇറങ്ങിയാൽ തന്നെ ഉടനെ ഞാൻ അടുത്ത പദ്ധതി നടപ്പിലാക്കും. അതിലും കൂടി അയാൾ കുടുങ്ങിയാൽ പിന്നെ വെളിയിൽ വരാൻ വളരെ പ്രയാസമായിരിക്കും. എനിക്ക് പോലീസ് ഫോഴ്സിൽ നല്ല കുറച്ച് സുഹൃത്തുക്കളുണ്ടിപ്പോൾ. എന്തു ചെയ്യുന്നതിനു മുമ്പും എന്നോട് ആലോചിച്ചിട്ടേ ആകാവൂ. മനസ്സിലായില്ലേ? മിൽട്ടൺ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. വാട്ട്? നിങ്ങൾക്ക് പ്രതികാരം ചെയ്യണ്ടേ? ക്രിസ്റ്റഫർ ലെവിനെ ഇല്ലായ്മ ചെയ്യണ്ടേ? ഇതാണ് അതിന് പറ്റിയ സമയം. അത് നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇത് ഞാൻ നോക്കിക്കൊള്ളാം. ആ ചാകാറായ മനുഷ്യനെ കൊന്നിട്ട് എനിക്കെന്തിനാണ്? എനിക്ക് വേണ്ടത് അവനെയാണ്, വാൾട്ടറെ. എന്നേക്കുമായി അവസാനിപ്പിക്കണം അവനെ. ആ തന്ത ജീവിച്ചിരിക്കുമ്പോൾ തന്നെ. ഇതോടെ ലെവിൻ എന്നൊരു കുടുംബപ്പേര് ഭൂമുഖത്തു നിന്ന് അപ്രത്യക്ഷമാകണം. അതാണ് വേണ്ടത് എനിക്ക്. അല്ലാതെ ഒറ്റയടിക്ക് അയാളെ കൊന്നുകളഞ്ഞാൽ. റോഡ്രിഗോ പല്ലുഞെരിച്ചു. 7 കൊല്ലങ്ങളാണ് ഞാൻ ജയിലിൽ കിടന്നത്. പക്ഷെ അതിനേക്കാൾ എനിക്ക് വിഷമം എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു അവൻ, ക്രിസ്റ്റഫർ. അവൻ തന്നെ എന്നോടിത് ചെയ്യുന്ന ഓർക്കുമ്പോഴാണ് എനിക്ക് സഹിക്കാനാകാതെ വരുന്നത്. വെറുതെ കൊന്നുകളഞ്ഞിട്ട് കാര്യമില്ല, അനുഭവിക്കണം അവൻ. മിൽട്ടൺ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു. എത്ര വട്ടം അടിച്ചിട്ടുണ്ട്, മുഖത്ത് തുപ്പിയിട്ടുണ്ട്, തന്തയില്ലാത്തവനെന്ന് വിളിച്ചിട്ടുണ്ട്. എങ്കിലും ആ മനുഷ്യനോട് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു വിധേയത്വമുണ്ടായിരുന്നു മിൽട്ടൺ. തിരിച്ച് തൻ്റെ ഓഫീസിലെത്തിയപ്പോൾ അയാളെ പ്രതീക്ഷിച്ച് ഒരു പോലീസ് ഓഫീസർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഹലോ ജിം. മിൽട്ടൺ ഹസ്തദാനം നടത്തി. എന്താ രാവിലെ തന്നെ? നമുക്കൊന്ന് സംസാരിക്കണമായിരുന്നു. ഇനി എന്ത് സംസാരിക്കാൻ? മിൽട്ടൻ്റെ നെറ്റി ചുളിഞ്ഞു. തൻ്റെ മുഖത്തിനത് എന്തു പറ്റി മിൽട്ടൺ? തനിക്കെന്താ വേണ്ടതെന്ന് പറയൂ ജിം. മിൽട്ടൻ്റെ സ്വരത്തിൽ അനിഷ്ടം പ്രകടമായിരുന്നു. പറഞ്ഞ തുക കിട്ടിയില്ലേ? അത് കിട്ടി. പക്ഷേ അയാൾ സങ്കോചത്തോടെ ഒന്ന് നിർത്തി. വാൾട്ടറുടെ ബാഡ്ജ് വേണമെന്ന് മാത്രമേ നിങ്ങൾ പറഞ്ഞിരുന്നുള്ളൂ. എന്തിനാണെന്ന് പറഞ്ഞിരുന്നില്ല. നമ്മൾ തമ്മിലുണ്ടായിരുന്ന ഡീൽ കഴിഞ്ഞു ജെയിംസ്. ഇനി ഇതിൽ സംസാരത്തിൻ്റെ ആവശ്യമില്ല. ഉണ്ട് മിൽട്ടൺ, ഈ ഡീലിൽ ഒരു മേർഡർ ഉൾപ്പെട്ടിരുന്നു എന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു. സോ വാട്ട്? സ്വയം അറിയാതെ ഞാനും ഇപ്പോൾ ഈ കേസിൽ കുടുങ്ങിയില്ലേ? വാൾട്ടർ എത്ര സ്മാർട്ടായ ഒരുത്തനാണെന്ന് നിങ്ങൾക്കറിയുമോ? അയാൾക്ക് പണ്ടേ മനസ്സിലായി കാണും ഞാനാണ് ആ ബാഡ്ജ് എടുത്തതെന്ന്. അയാളതെങ്ങാനും ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തിയാൽ ഞാനും സംശയത്തിലാകും. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? എനിക്ക് പണം വേണം. ഇപ്പോൾ തന്നതിൻ്റെ 10 ഇരട്ടിയെങ്കിലും. മുഖത്ത് ധൈര്യം പ്രതിഫലിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ അവൻ ഭയചകിതനാണെന്ന് മിൽട്ടന് വ്യക്തമായിരുന്നു. അയാളുടെ മുഖത്ത് പുച്ഛം പരന്നു. അപ്പോൾ നിനക്ക് കിട്ടിയത് മതിയായിട്ടില്ല. ജിം തലകുലുക്കി. ഓക്കെ, എനിക്കെന്ത് ചെയ്യാനാകുമെന്ന് നോക്കട്ടെ. കുറച്ച് സമയം തരണം. ഇപ്പോൾ പൊയ്ക്കോളൂ. ആ മുറിയിൽ തന്നെ സോഫയിൽ ഇരിക്കുന്നുണ്ടായിരുന്ന വിൽസൺ ജിമ്മിനെ ചൂഴ്ന്നു നോക്കുന്നുണ്ടായിരുന്നു. വാൾട്ടർ ആ സമയം ഇൻ്ററഗേഷൻ റൂമിൽ അക്ഷമനായി കാത്തിരിക്കുകയായിരുന്നു. മുൻപ് പലവട്ടം പലരെയും ഈ മുറിയിൽ വെച്ച് ചോദ്യം ചെയ്തിട്ടുള്ളത് അയാൾ ഓർത്തു. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരവസ്ഥ. മിറർ വിൻഡോയുടെ അപ്പുറത്തു നിന്ന് ഓഫീസേഴ്സ് തന്നെ വീക്ഷിക്കുന്നുണ്ടെന്ന് അയാൾക്കറിയാം. പക്ഷേ എന്തുകൊണ്ടാണ് ആരും അകത്തേക്ക് വരാത്തതെന്നാണ് മനസ്സിലാകാത്തത്. സ്റ്റേഷനിൽ എല്ലാവരും തന്നെ അയാളുടെ സുഹൃത്തുക്കളായിരുന്നു. അതുകൊണ്ട് തന്നെ വാൾട്ടറെ ചോദ്യം ചെയ്യാനുള്ള മനസാന്നിധ്യം അവരിൽ ആർക്കും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ ദുഷ്കരമായ ഏതാണ്ട് 2 മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഒരാൾ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. സ്റ്റേഷൻ ചീഫ് സുമിത് ധർ. ഫൈനലി വാൾട്ടറിൽ നിന്ന് ഒരു ദീർഘനിശ്വാസമുയർന്നു. വാൾട്ടർ. പരിക്ഷീണനായിരുന്നു ചീഫ്. എന്തൊക്കെയാടോ നടക്കുന്നത്? വാട്ട് ദ ഹെൽ ഹാപ്പൻഡ്? അത് എനിക്കാരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. വാൾട്ടർ, വളരെ സീരിയസ് സിറ്റുവേഷനാണ്. തെളിവുകൾ, തൻ്റെ ബാഡ്ജ്. കമോൺ സാർ. വാൾട്ടർ അയാളെ തുടരാൻ അനുവദിച്ചില്ല.
നിങ്ങൾക്ക് തമാശയായിട്ടെങ്കിലും ചിന്തിക്കാനാകുമോ ഞാനൊരു മനുഷ്യനെ കൊലപ്പെടുത്തുമെന്ന്? വാൾട്ടർ സത്യം മാത്രം പറയണം. ഇന്നലെ എന്താ ഉണ്ടായത്? നിന്നെ മാഗി വിളിച്ചതിന് ശേഷം? വാൾട്ടർ ഞെട്ടി മുഖമുയർത്തി. യെസ്, മാഗി എല്ലാം പറഞ്ഞു. വിക്ടർ അവളെ ഉപദ്രവിച്ചതും അത് നിന്നെ വിളിച്ചു പറഞ്ഞതും നീ വയലന്റ് ആയതുമെല്ലാം. വീണ്ടും വാൾട്ടറിൽ നിന്ന് ഒരു ദീർഘനിശ്വാസമുയർന്നു. അവൾ നിന്നെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി? നോ 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 നോ. വാൾട്ടർ ഞെട്ടലോടെ അത് നിഷേധിച്ചു. മാഗി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പക്ഷെ വേറെ ചിലർ ഈ പറഞ്ഞതുപോലെ എന്നെ മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതെനിക്ക് തോന്നി തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. ആര്? വേറെ ആര്? നീ എനിക്ക് അസൈൻ ചെയ്തു തന്ന എൻ്റെ പുതിയ പാർട്ട്ണർ തന്നെ, ജിം. വാൾട്ടർ പല്ലുഞെരിച്ചു. എൻ്റെ പേഴ്സിനോട് ചേർത്ത് ക്ലിപ്പ് ചെയ്ത് വെച്ചിരുന്നതാണ് ബാഡ്ജ്. അത് വിടർത്തി ഊരിയെടുക്കണമെങ്കിൽ സദാസമയവും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തനെ സാധിക്കൂ. എന്തിന്? ജിം ഒരു പാവത്താനല്ലേ വാൾട്ട്, ഒരു നിർഗുണൻ. ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ശേഷി ഉണ്ടോ അവന്? നിന്നെ കുടുക്കിയിട്ട് അവനെന്താ ആവശ്യം? അതാണ് കണ്ടുപിടിക്കേണ്ടത്. മിൽട്ടന്റെ മുഖം മനസ്സിൽ വന്നെങ്കിലും മാഗിയെ ഓർത്ത് വാൾട്ടർ അവൻ്റെ പേര് മിണ്ടിയില്ല. ഇനി എന്താണ് വാൾട്ടർ നെക്സ്റ്റ് സ്റ്റെപ്പ്? അത് ശരി, വാൾട്ടർ ചിരിച്ചു. എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് വേണമെന്ന് എന്നോട് ചോദിക്കുന്നു. ചീഫിൻ്റെ മുഖത്തും ചിരി പടർന്നു. ഒരു കാര്യം ഞാൻ സമ്മതിച്ചു തരാം വാൾട്ടർ. ഇത്രയും വലിയൊരു പ്രശ്നത്തിൽ പെട്ടിട്ടും തനിക്ക് യാതൊരുവിധ ടെൻഷനുമില്ല. അതൊരു നല്ല ലക്ഷണമാണ്. എന്തിന് ടെൻഷൻ സാർ? നമുക്ക് രണ്ടാൾക്കും അറിയാം കേസ് വളരെ വീക്കാണ്. ഈ ബാഡ്ജും മാഗിയുടെ മൊഴിയുമൊക്കെ വെച്ച് എന്നെ റിമാൻഡ് ചെയ്യാനായേക്കും. പക്ഷേ കോടതിയിൽ കേസ് പൊളിയില്ലേ? വേണ്ട രീതിയിൽ കൃത്യമായ അന്വേഷണം നടത്താതെ ഈയൊരു നിസ്സാര കാര്യത്തിന് എന്നെ അറസ്റ്റ് ചെയ്ത് ട്രയലിനെത്തിച്ചാൽ എന്താകുമെന്ന് സാറിന് തന്നെ ഊഹിക്കാമല്ലോ. അയാൾ ഒന്ന് നിർത്തി നിശബ്ദനായിരുന്നു കുറച്ചുനേരം. സാർ, ഞാൻ കുറച്ച് ദിവസം അകത്ത് കിടന്നോളാം, അതിലെനിക്ക് പ്രശ്നമില്ല. പക്ഷേ ദയവ് ചെയ്ത് കേസന്വേഷണം നിർത്തരുത്. ജിമ്മിനെ ഫോളോ ചെയ്യുക, അവൻ്റെ കണക്ഷൻസ് കണ്ടുപിടിക്കുക, മരിച്ചുപോയ വിക്ടർ അന്വേഷിച്ചുകൊണ്ടിരുന്ന കേസുകളെല്ലാം പരിശോധിക്കുക. എന്തായാലും നമുക്ക് ഈ കേസ് ഒരു ബ്രേക്ക് ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആലോചനയുടെ ചീഫ് എഴുന്നേറ്റു. ഈ വിക്ടർ ഒരു വിചിത്ര സ്വഭാവക്കാരനായിരുന്നടോ. താൻ കേട്ടിട്ടുണ്ടാകും. എന്നെങ്കിലും ഒരിക്കൽ അയാളെ ആരെങ്കിലും ഇതുപോലെ തട്ടിക്കളയുമെന്ന് ഉറപ്പായിരുന്നു. അത്തരം പരിപാടികളാണ് അയാൾ ചെയ്തത് മുഴുവൻ. ഒരു പ്രോപ്പർ കേസ് ഫയലോ റിപ്പോർട്ടുകളോ ഒന്നുമില്ലാത്ത ഒരു തനി കാടൻ ഓഫീസർ. എന്തൊക്കെയോ മയക്കുമരുന്ന് കേസുകളുണ്ടായിരുന്നു അയാൾക്ക്. ക്രിസ്റ്റൽ മെത്ത് ആണെന്ന് തോന്നുന്നു. ഇന്നലെ മാഗി പറഞ്ഞറിഞ്ഞതാണ്. വീണ്ടും വാൾട്ടറുടെ മനസ്സിൽ മിൽട്ടന്റെ മുഖം മിന്നിമറഞ്ഞു. ആ സമയം പുറത്തുനിന്ന് ഒരാൾ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ആഹാ, ഇതാര്? മോർണിംഗ് മിസ്റ്റർ സ്ട്രൈഡർ. ചീഫ് നിറഞ്ഞ പുഞ്ചിരിയോടെ അയാളെ സ്വീകരിച്ചു. വാൾട്ടറിന് ആളെ മനസ്സിലായില്ലേ? ഏതാണ്ട് 35 വയസ്സ് പ്രായം തോന്നിച്ച ആ മനുഷ്യൻ ഒരു ഫെഡറൽ ഏജന്റാണെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ വ്യക്തമായിരുന്നു. വളരെ വൃത്തിയായ വേഷവിധാനം, പ്രസന്നമായ മുഖം. ഹേ വാൾട്ടർ. അദ്ദേഹം ഹസ്തദാനത്തിനായി കൈനീട്ടി. ഞാൻ റസൽ സ്ട്രൈഡർ, DEAയിൽ നിന്നാണ്. അദ്ദേഹം ഓവർകോട്ട് അല്പം തുറന്ന് തൻ്റെ ഐഡന്റിറ്റി കാർഡ് കാണിച്ചു കൊടുത്തു. മയക്കുമരുന്ന് കള്ളക്കടത്ത് അന്വേഷിക്കുന്നതിനായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള ഫെഡറൽ ഏജൻസിയാണ് DEA, ഡ്രഗ് എൻഫോഴ്സ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ. നൈസ് ടു മീറ്റ് യു സാർ. വാൾട്ടർ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചു കുലുക്കി. ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ അല്ലേ വാൾട്ടർ? ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മുഖത്ത്. വാൾട്ടർ ഒന്നും മിണ്ടിയില്ല. വാൾട്ടർ, ഞാൻ നേരെ കാര്യത്തിലേക്ക് കടക്കാം. എനിക്കറിയാം നീ ആരെയും കൊന്നിട്ടില്ലെന്ന്. സത്യത്തിൽ അതാരാണ് ചെയ്തതെന്ന് ഒരു ഏകദേശ ധാരണയും എനിക്കുണ്ട്. വാൾട്ടറുടെ കണ്ണുകൾ വിടർന്നു. പക്ഷേ തെളിവുകളെല്ലാം തനിക്കെതിരാണ്. ഇതൊക്കെ ഒരു തെളിവാണോ സാർ? വാൾട്ടർ ചിരിച്ചു തള്ളി. ആയിരിക്കില്ല. പക്ഷേ ഇത് തനിക്കൊരു കോംപ്ലിക്കേഷനാണ്. ജോലിയിലായാലും ജീവിതത്തിലായാലും. തൻ്റെ ഇനി അങ്ങോട്ടുള്ള കുറച്ചു കാലത്തേക്ക് ഈ കേസ് തന്നെ വേട്ടയാടും, ഇല്ലേ? വാൾട്ടർ ഒന്നും മിണ്ടിയില്ല. എൻ്റെ കയ്യിൽ അതിനൊരു വഴിയുണ്ട്. തനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ സംഭവം ഈ നിമിഷം ഞാൻ മായ്ച്ചു കളയാം. അതെങ്ങനെ? ചോദിച്ചത് ചീഫായിരുന്നു. സ്ട്രൈഡർ പുഞ്ചിരിച്ചു. ഇനി ഞാനൊരു സത്യം പറയാം. താൻ ഈ കൊന്നു എന്ന് പറയുന്ന മിസ്റ്റർ വിക്ടർ ഞങ്ങളുടെ മിടുക്കനായ ഒരു അണ്ടർ കവർ ഏജന്റായിരുന്നു. അയാൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്നോടായിരുന്നു. സോറി സുമിത്, നിനക്ക് പോലും അറിയില്ലായിരുന്നത്. അയാൾ ചീഫിനെ നോക്കി ക്ഷമാപണം നടത്തി. ചീഫ് ഒന്നും മിണ്ടിയില്ല. അയാൾക്കത് പണ്ടേ സംശയമുണ്ടായിരുന്നു. സോ ഞാൻ പറയുന്നത്, വാൾട്ടറിൻ്റെ മേലുള്ള സകല ചാർജുകളും ഞങ്ങൾ ഒഴിവാക്കി തരാം.
പകരം എനിക്കൊരു ഫേവർ വേണം. നീ എന്നെ ഹെൽപ്പ് ചെയ്താൽ അടുത്ത 30 മിനിറ്റിനുള്ളിൽ നീ വെളിയിലിറങ്ങും. ഇല്ലെങ്കിൽ യു ആർ ഗോയിങ് ടു ജയിൽ. സിമ്പിൾ ആസ് ദാറ്റ്. എന്തുതരം ഫേവർ? വാൾട്ടറിന് മനസ്സിലായില്ല. അത് ഞാൻ നാളെ രാവിലെ നീ എൻ്റെ വീട്ടിൽ വരുമ്പോൾ പറഞ്ഞു തരാം. ഇപ്പോൾ ഇത് പറയൂ, നിനക്ക് ജയിലിൽ പോകണോ വീട്ടിൽ പോകണോ? വാൾട്ടർ ചീഫിനെ നോക്കി. വാൾട്ടർ എൻ്റെ ഒരു സമർത്ഥനായ ഡിറ്റക്റ്റീവാണ്. അവനെ തട്ടിയെടുത്ത് കൊണ്ടുപോകാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേറെ വഴിയില്ല സുമിത്. നോ എന്നൊരു മറുപടി സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല. വാൾട്ടർ, തീരുമാനം ഞാൻ നിനക്ക് വിടുന്നു. ചീഫ് അയാളെ നോക്കി. അപകടമാണ് ഇവരോടൊപ്പമുള്ള എന്തു ജോലിയും. വിക്ടറിന് സംഭവിച്ചത് കണ്ടില്ലേ? വിക്ടറിന് സംഭവിച്ചത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നൊരു വീഴ്ചയാണ്. അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇനി അത് ആവർത്തിക്കില്ല, ഞാൻ ഉറപ്പു തരാം. മിസ്റ്റർ സ്ട്രൈഡർ ഒരു പ്രാവശ്യം കൂടി ഹസ്തദാനത്തിനായി കൈനീട്ടി. എന്നെ നിരാശനാക്കരുത്. നാളെ രാവിലെ 8 മണിക്ക് എൻ്റെ വീട്ടിലെത്തുക. എല്ലാം ഞാൻ വ്യക്തമാക്കി തരാം. ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ നിന്ന് കഴിക്കാം, ഓക്കെ? വാൾട്ടർ അറിയാതെ തലയാട്ടിപ്പോയി. വല്ലാത്തൊരു അധികാര സ്വരമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. സോ ചീഫ്, ഞാൻ ഇറങ്ങുന്നു. ഇനി നിങ്ങൾ ഡിറ്റക്റ്റീവ് വിക്ടറിൻ്റെ കേസ് അന്വേഷണം തുടരേണ്ടതില്ല. ഒഫീഷ്യലി മിസ്റ്റർ വിക്ടർ ഒരു ഫെഡറൽ ഏജന്റായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു ഫെഡറൽ കേസാണ്. മിസ്റ്റർ വാൾട്ടർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സസ്പെക്റ്റ് അല്ല. ആയതിനാൽ അദ്ദേഹത്തിനെ ഉടൻ തന്നെ റിലീസ് ചെയ്ത് ഞങ്ങളുടെ അന്വേഷണത്തോട് സഹകരിക്കുക. മിസ്റ്റർ റസൽ ചീഫിൻ്റെ കൈ പിടിച്ചു കുലുക്കി. അമേരിക്ക ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയാണ് ഞങ്ങൾ നടത്താൻ പോകുന്നത്. അതിന് ഞങ്ങൾക്ക് തീർച്ചയായും മിസ്റ്റർ വാൾട്ടറിൻ്റെ സഹായം വേണം. താങ്ക് യു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. വാൾട്ടറുടെ മുന്നിൽ വെച്ച് തന്നെ കേസ് ഫയലിൽ താൽക്കാലികമായി അന്വേഷണം സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് മുദ്രവെച്ചു. തന്നെ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥരെയെല്ലാം ചെന്ന് കണ്ട് സംസാരിച്ചതിന് ശേഷമാണ് വാൾട്ടർ സ്റ്റേഷൻ വിട്ടത്. പുറത്തേക്ക് ഇറങ്ങാൻ നിന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഓടി അകത്തേക്ക് കയറി വരുന്നത് കണ്ടു. സോറി വാൾട്ടർ, എനിക്ക് അത്യാവശ്യമായി ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു. ഞാനിപ്പോഴാണ് വിവരങ്ങളൊക്കെ അറിയുന്നത്. എനിക്ക് വിശ്വസിക്കാനായില്ല ഇത്. അയാളുടെ തൊണ്ടയിടറി. സാരമില്ല ജിം. വാൾട്ടർ പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ തോളിൽ തട്ടി. കേസ് സസ്പെൻഡ് ചെയ്തു. റിയലി? അതെങ്ങനെ? അവനൊന്ന് ഞെട്ടിയ പോലെ തോന്നി. ഓ, എൻ്റെ ബാഡ്ജ് ഒരാൾ ഞാനറിയാതെ തട്ടിയെടുത്ത് ക്രൈം സീനിൽ കൊണ്ടിട്ടതാണ്. ആളെയൊക്കെ പിടിയൊട്ടിയിട്ടുണ്ട്. ഉടനെ നടപടിയുണ്ടാകും, പേടിക്കണ്ട. ജിമ്മിൻ്റെ തൊണ്ട വരണ്ടുപോയി. അവൻ്റെ ഭാവവ്യത്യാസം നന്നായി ആസ്വദിച്ചുകൊണ്ട് വാൾട്ടർ വെളിയിലേക്ക് ഇറങ്ങി. വാൾട്ട്! പരിചിതമായ ശബ്ദം കേട്ടതും വാൾട്ടർ പുഞ്ചിരിയോടെ തിരിഞ്ഞു നോക്കി. ഐ ആം റിയലി സോറി വാൾട്ട്. ഒക്കെ ഞാൻ കാരണമല്ലേ? നമ്മൾ തമ്മിൽ സോറി, പ്ലീസ് പോലെയുള്ള ഉപചാര വാക്കുകളൊക്കെ ഉണ്ടായിരുന്നോ മാഗി? ഞാൻ ഓർക്കുന്നില്ലല്ലോ. അയാൾ അവൾക്കരികിലേക്ക് നടന്നു. അയാളുടെ മുഖത്ത് കുറെ കാലം കൂടി അവളെ കണ്ടതിൻ്റെ സന്തോഷം അലയടിക്കുന്നുണ്ടായിരുന്നു. നിനക്കത്ര സങ്കടമാണെങ്കിൽ എന്നെ ഒന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുമോ? പപ്പ ആകെ ഭയന്നിരിക്കുന്നുണ്ടാകും. നിനക്കെന്നോട് ദേഷ്യമില്ല? എന്തിന്? എന്നെ അവർ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു വാൾട്ട്. അവസാനം നിന്റെ ഫോണിലേക്ക് വന്ന കോൾ എൻ്റേതല്ലേ? അങ്ങനെ അവർ എന്നെ വിളിച്ചു വരുത്തി. എനിക്ക് എല്ലാം പറയേണ്ടി വന്നു. മാഗി, വാൾട്ടർ അവളോട് ചേർന്ന് നിന്നു. എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നുവെന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ ആ ഇഷ്ടം 100 ഇരട്ടിയായി കൂടിയെന്ന് കരുതിക്കോളൂ. നമ്മൾ പോലീസുകാർ എത്ര പ്രതിസന്ധി ഘട്ടങ്ങളിലും സത്യസന്ധരായിരിക്കണം. ഐ ആം പ്രൗഡ് ഓഫ് യു മാഗി. മാഗിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. കമോൺ ഗേൾ. അയാൾ അവളുടെ തോളിൽ കൈയിട്ട് കാറിലേക്ക് നടന്നു. പപ്പയോട് ഒന്ന് യാത്ര പറയാൻ പോലും അവന്മാർ സമ്മതിച്ചില്ല. പാവം, ആകെ പേടിച്ചു പോയി കാണും. പിന്നെ നിന്റെ പപ്പയല്ലേ, പേടിക്കുന്നൊരാള്. കണ്ണീരിനിടയിലൂടെയും മാഗി പുഞ്ചിരിച്ചു. അങ്ങേരിപ്പോ വൂട് തുടങ്ങിക്കാണും. അറസ്റ്റ് ചെയ്തവന്മാരൊക്കെ നിന്ന് കത്തു. ഇപ്പോൾ കളിയാക്കണ്ട. വാൾട്ടറുടെ മുഖത്തെ ചിരി മാഞ്ഞിരുന്നു. വൂഡു ഈസ് റിയൽ മാഗി. ഇതെല്ലാം കണ്ടുകൊണ്ട് പുറത്തൊരു കാറിൽ 2 പേർ ഇരുന്നിരുന്നത് അവരറിഞ്ഞില്ല. ഇതെങ്ങനെ സംഭവിച്ചു? ഇത്ര പെട്ടെന്ന് അവനെങ്ങനെ വെളിയിലിറങ്ങി? വിൽസൺ മിൽട്ടനെ നോക്കി. എന്നാൽ മാഗിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് നടന്നു വരുന്ന വാൾട്ടറിലായിരുന്നു അവൻ്റെ ശ്രദ്ധ മുഴുവൻ. ബാസ്റ്റഡ്, അവൻ പിറുപിറുത്തു. ലൂസിയാനയുടെ തലസ്ഥാനം ബാറ്റൺ റൂജ്. പുലർച്ചെ യാത്ര തിരിച്ച വാൾട്ടർ ഏതാണ്ട് 7 മണിയോടെ റസൽ സ്ട്രൈഡറുടെ വീട്ടിനടുത്തെത്തി. 8 മണിക്കാണ് അപ്പോയിൻമെൻറ്റ്. ബാക്കി 1 മണിക്കൂർ അയാൾ ആ പരിസരമെല്ലാം നടന്നു കാണാൻ തീരുമാനിച്ചു. മിസിസിപ്പി നദിയോട് ചേർന്ന് തന്നെയാണ് സ്ട്രൈഡറുടെ വീട്. വാൾട്ടർ വല്ലാതെ സന്തുഷ്ടനായിരുന്നു. തലേന്ന് കുറേ കാലം കൂടി മാഗിയുമായി കുറേയേറെ സമയം ചിലവഴിച്ചു. അവൾ അയാളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തതിനു ശേഷം രാത്രി ഏറെ വൈകിയാണ് തിരിച്ചുപോയത്.
മുഴുവൻ ദിവസവും അവർ വീട്ടിനുള്ളിൽ തന്നെ ചിലവഴിച്ചു. ക്രിസ്റ്റഫറും സന്തോഷവാനായിരുന്നു. പലവട്ടം അദ്ദേഹം അവളോട് മിൽട്ടനെക്കുറിച്ച് സൂചിപ്പിക്കണമെന്ന് കരുതിയതായിരുന്നു. പക്ഷേ വാൾട്ടർ സമ്മതിച്ചില്ല. അയാൾ ആ വീടിന് വലം വെച്ച് പിന്നിലെ റോഡിലെത്തി കുറുകെ കടന്ന് നദിക്കരയിലൂടെ നടക്കാൻ ആരംഭിച്ചു. മഴക്കാലമായതിനാൽ താൽക്കാലികമായി ഒരുതരം ബണ്ട് കെട്ടിയിരിക്കുകയാണ്. പുഴയിലേക്ക് പ്രവേശനമില്ല. എങ്കിലും കുറച്ചു ദൂരം ചെന്നപ്പോൾ അയാൾ താഴേക്കിറങ്ങാനായി കുറെ ചവിട്ടുപടികൾ കണ്ടു. വെള്ളത്തിൽ കാലുകൾ താഴ്ത്തി ഒരു കൊച്ചു പയ്യൻ ആ പടിക്കെട്ടിൽ ഇരിപ്പുണ്ട്. അടുത്തു തന്നെ അവൻ്റെ സൈക്കിളും കാണാം. വാൾട്ടറിലെ പോലീസുകാരൻ ഉണർന്നു. വിജനമായ ഒരു പ്രദേശത്ത് ഒരു 8 വയസ്സുകാരൻ. ഹേയ്! ഭയപ്പെടുത്താതെ വാൾട്ടർ പതിയെ അവൻ്റെ സമീപത്തിരുന്നു. മോനെന്താ ഒറ്റയ്ക്കിരിക്കുന്നത്? എൻ്റെ വീടാ അത്. അവൻ റോഡിനപ്പുറത്തേക്ക് കൈ ചൂണ്ടി. ഞാൻ ഇടയ്ക്കിങ്ങനെ വന്നിരിക്കാറുണ്ട്. പേടിക്കണ്ട, എൻ്റെ പപ്പ അവിടെ തന്നെ നിൽപ്പുണ്ട്. റോഡിന് മറുവശത്ത് ഒരു മരത്തിൽ ഗോവണി ചാരി കയറി നിൽക്കുന്ന ആളെ കണ്ടതും വാൾട്ടറിൻ്റെ കണ്ണുകൾ വിടർന്നു. ഓ, മിസ്റ്റർ സ്ട്രൈഡറുടെ മകനാണോ? അത്ഭുതമായി ഇത്. ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ വന്നതാണ്. അല്പം നേരത്തെ ആയിപ്പോയി. ആഹാ! ആ പയ്യൻ പുഞ്ചിരിച്ചു. നൈസ് ടു മീറ്റ് യു സർ. എൻ്റെ പപ്പ അതിരാവിലെ എഴുന്നേൽക്കും. നിങ്ങൾക്ക് ഇപ്പം ചെന്നാലും കാണാം. പുറകിലെ ഗാർഡനിൽ എന്തെങ്കിലും പണിയിലായിരിക്കും. കൃഷിയുണ്ട് പപ്പയ്ക്ക്. ഓക്കെ, താങ്ക്സ്. വാൾട്ടർ പുഞ്ചിരിച്ചു. എന്നാലും പറഞ്ഞ സമയത്ത് ചെന്ന് കാണുന്നതാണ് മര്യാദ. അതിരിക്കട്ടെ, എന്താ മോൻ്റെ പേര്? ഞാൻ സ്ട്രൈഡർ. അവൻ ഷേക്ക് ഹാൻഡിനായി കൈനീട്ടി. സ്ട്രൈഡർ കുടുംബപ്പേരല്ലേ? നിന്റെ പേരെന്താ? വാൾട്ടർ അവൻ്റെ കൈ പിടിച്ചു കുലുക്കി. എൻ്റെ പേര്... അവൻ ഒന്നും അടിച്ചു. മുഖം ചമ്മി വിളറി വന്നു. എന്താ, ഇത്ര മോശം പേരാണോ? എൻ്റെ പേര് ഫോക്സ്. ഫോക്സ് സ്ട്രൈഡർ. ആഹാ! വാൾട്ടറിന് അവൻ്റെ സങ്കോചം കണ്ടപ്പോൾ ചിരി വന്നു. ഫോക്സ് എത്ര നല്ല പേരാ. വളരെ ബുദ്ധിശാലിയായൊരു ജീവിയല്ലേ അത്? യാ, റൈറ്റ്. അവനത് സ്വീകരിച്ചില്ല. ഞാൻ സ്റ്റക്കാണ്. എൻ്റെ ലൈഫ് മുഴുവൻ ഇതായിരിക്കില്ലേ എൻ്റെ പേര്? എനിക്ക് തോന്നുന്നില്ല. നല്ല പേരാ ഫോക്സ്. കേൾക്കുമ്പോൾ തന്നെ ഒരു സ്മാർട്ട് ബോയ് ആണെന്ന് തോന്നും. എന്താ താങ്കളുടെ പേര്? എൻ്റെ പേര് വാൾട്ടർ. വാൾട്ടർ ലെവിൻ. സി, അതാണ് പേര്. എത്ര നല്ല പേരാ താങ്കളുടെ. എൻ്റെ പാരൻസ് എന്നെ ഒരു കുറുക്കനാക്കി. വാൾട്ടർ കുസൃതിയോടെ അവൻ്റെ തലമുടിയിൽ വിരലോടിച്ചുകൊണ്ട് എഴുന്നേറ്റ് തൻ്റെ നടത്തം തുടർന്നു. താങ്കളൊരു പോലീസ് ഓഫീസറല്ലേ? ഡിറ്റക്റ്റീവ്? പുറകിൽ നിന്നും ആ ചോദ്യം കേട്ട വാൾട്ടർ ഒരു നിമിഷം സ്തംഭിച്ചുപോയി. എങ്ങനെ മനസ്സിലായി നിനക്ക്? വാൾട്ടർ അത്ഭുതം വിട്ടുമാറാതെ അവനെ തിരിഞ്ഞു നോക്കി. ഞാൻ എല്ലാം ശ്രദ്ധിക്കുന്ന ടൈപ്പാണ്. ഫോക്സ് പുഞ്ചിരിച്ചു. താങ്കളുടെ ഡ്രസ്സിംഗ് രീതികൾ, നടപ്പ്, മുഖഭാവങ്ങൾ ഒക്കെ ഞാൻ ശ്രദ്ധിച്ചു. അത്രയും ശ്രദ്ധിച്ചപ്പോഴേക്കും ഞാനൊരു ഡിറ്റക്റ്റീവാണെന്ന് നീ മനസ്സിലാക്കിയോ? ഓ, അതോ. അത് രാവിലെ പാപ്പ മമ്മയോട് പറയുന്നത് കേട്ടു. ഒരു ഡിറ്റക്റ്റീവ് വാൾട്ടർ വരുന്നെന്ന്. അവൻ പൊട്ടിച്ചിരിച്ചു. വാൾട്ടറിനും ചിരി പൊട്ടി. ഒരു നിമിഷ നേരത്തേക്ക് ഞാൻ കരുതി നിനക്കെന്തോ അസാധാരണ കഴിവുണ്ടെന്ന്. എനിക്കൊരു ഉപകാരം ചെയ്യാമോ മിസ്റ്റർ വാൾട്ടർ? അവൻ്റെ സ്വരം പെട്ടെന്ന് മാറി. പറയൂ കുഞ്ഞ്. എനിക്കെൻ്റെ പപ്പായെ എത്ര ഇഷ്ടമാണെന്ന് അറിയാമോ? താങ്കൾ അദ്ദേഹത്തോട് ഒന്ന് പറയാമോ കെയർഫുള്ളായിരിക്കാൻ? വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളവരുമായിട്ടാ അദ്ദേഹത്തിന് ഇടപാട്. രാത്രിയിലൊക്കെ പപ്പ വരാൻ വൈകുമ്പോൾ വല്ലാതെ പേടിയാകും. വാൾട്ടർ തിരിഞ്ഞു നിന്നു. പിന്നെ പതിയെ പടികളിറങ്ങി അവനരികിലിരുന്നു. ചെറുതായി മഴ ചാറി തുടങ്ങിയിരുന്നു. വാൾട്ടർ ഓർത്തത് തൻ്റെ പപ്പയെപ്പറ്റിയാണ്. താൻ വിയറ്റ്നാമിലായിരുന്നപ്പോൾ പലപ്പോഴും പപ്പയെ വിളിക്കാനായിരുന്നില്ല. ചിലപ്പോൾ ആഴ്ചകളോളം കഴിഞ്ഞിട്ടായിരിക്കും ഒരു ഫോൺ സംഭാഷണം സാധ്യമാകുക. പപ്പ ഫോണെടുത്താൽ ഒന്നും മിണ്ടാതെ നിശബ്ദനായിരുന്ന് കരയുകയേയുള്ളൂ. ഏറെ നേരം അവിടെ ഇരുന്നിട്ടും ആ കുഞ്ഞിനെ ആശ്വസിപ്പിക്കാനായി ഒന്നും പറയാൻ അയാൾക്ക് സാധിച്ചില്ല. ഒടുവിൽ അയാൾ ഒരു ദീർഘനിശ്വാസത്തോടെ എഴുന്നേറ്റ് തിരിച്ചു നടന്നു. ഇത്തരം ജോലികൾ ചെയ്യുന്നവർ പലപ്പോഴും കുടുംബത്തെ ഓർക്കാറില്ലെന്നതാണ് സത്യം. വാൾട്ടർ കടന്നു ചെന്നപ്പോഴേക്കും റസൽ റെഡിയായി മുറ്റത്തേക്ക് ഇറങ്ങി വന്നിരുന്നു. വഴി കണ്ടുപിടിക്കാൻ ഒരു പ്രശ്നവുമില്ല. അപ്പോഴേക്കും പുറകിലൂടെ ഫോക്സും സൈക്കിളിൽ കോമ്പൗണ്ടിലേക്ക് കയറി വന്നു. റസൽ സ്ട്രൈഡർ. ഒരു നിമിഷം വാൾട്ടറെ സാകൂത നോക്കി നിന്നു അദ്ദേഹം. തുടർന്ന് ഹസ്തദാനം നടത്തി അകത്തേക്ക് ആനയിച്ചു. പുറത്തെ വരാന്തയിൽ നിന്ന് തന്നെ നേരിട്ടാണ് ഓഫീസ് റൂമിലേക്ക് പ്രവേശിക്കുക. വാൾട്ടർ നിശബ്ദനായി അദ്ദേഹത്തെ പിന്തുടർന്നു. മിസ്റ്റർ വാൾട്ടർ. ഓഫീസിൽ കയറിയതും അദ്ദേഹം വാതിലടിച്ച് ബോൾട്ട് ഇട്ടുകൊണ്ട് വാൾട്ടർക്ക് നേരെ തിരിഞ്ഞു. ഒരു കോഫി വരും. അല്പസമയം വെയിറ്റ് ചെയ്യണം. എല്ലാത്തിനും വല്ലാത്ത സമയനിഷ്ഠയാണ് ഈ വീട്ടിൽ. അദ്ദേഹം ചെറുതായി ചിരിച്ചു. സാരമില്ല സാർ, ഞാനും ഒരു പഴയ പട്ടാളക്കാരനാണ്. എനിക്കറിയാം വാൾട്ടർ, എല്ലാം എനിക്കറിയാം. നന്നായി അന്വേഷിച്ചിട്ട് തന്നെയാണ്
ഞാൻ തന്നെ ഇന്നലെ വന്ന് കണ്ടത്. എന്തായാലും ഇന്നലെ സാർ ചെയ്തത് ഒരു വൻ സഹായമായി. അല്ലെങ്കിൽ ഞാൻ വല്ലാതെ ചുറ്റിപ്പോയേനെ. പക്ഷേ പകരം എന്നോട് എന്ത് ചോദിക്കുമെന്നാണ് ഇപ്പോൾ എൻ്റെ ടെൻഷൻ. വാൾട്ടർ ചിരിച്ചു. വാൾട്ടർ ഒരു പോലീസ് ഓഫീസറല്ലേ? അതെ. അതുകൊണ്ട് താൻ പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. തൻ്റെ പോലീസ് ജോലി മാത്രം ചെയ്താൽ മതി. പക്ഷേ ഒരു ഫെഡറൽ ഏജൻസിയുടെ കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ട് തനിക്കിത് ചെയ്യാനൊരു അവസരമുണ്ടാക്കുകയാണ് ഞാൻ DEAയിൽ ജോലി ചെയ്യണമെന്നാണോ? അതൊക്കെ പിന്നീട്. ഇപ്പോൾ എനിക്ക് തൻ്റെ സഹായം വേണ്ടത് ഒരു പ്രത്യേക വിഷയത്തിലാണ്. ഒരു ഡ്രഗ് ഡീൽ, ക്രിസ്റ്റൽ മെത്ത് ഡീൽ. സാർ പറയൂ. മാർഗരറ്റ് ബെൻലി എന്നൊരു ഓഫീസറെ തനിക്കറിയാമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ പാർട്ട്നേഴ്സായിരുന്നു. ഉവ്വ്. മാഗി പാർട്ട്ണർ മാത്രമല്ല, നല്ലൊരു സുഹൃത്തു കൂടിയാണ്. ഓക്കെ. മാഗിയെ കഴിഞ്ഞ ദിവസം വിക്ടർ ഉപദ്രവിച്ചെന്നും താൻ വല്ലാതെ വയലൻ്റായെന്നും അയാളോട് ചോദിക്കാൻ ചെന്നുണ്ടായ വാക്കുതർക്കത്തിനിടയിലാണ് വിക്ടർ കൊല്ലപ്പെട്ടതെന്നുമൊക്കെയാണ് പോലീസ് റിപ്പോർട്ട്. വാൾട്ടർ ചിരിച്ചതേയുള്ളൂ. എനിക്കറിയാം, താൻ മിനിഞ്ഞാന്ന് വീട് വിട്ട് ഇറങ്ങിയത് പോലുമില്ല. തൻ്റെ ബാഡ്ജ് വളരെ കെയർഫുള്ളായി ആരും അവിടെ കൊണ്ടുപോയി ഇട്ടതാണ്. വാൾട്ടർ തലകുലുക്കി. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. മാഗിയെ ഒരാളൊന്ന് സ്പർശിച്ചപ്പോഴേക്കും താങ്കൾ വയലൻ്റായെങ്കിൽ, അവളുടെ ജീവൻ അപകടത്തിലാണെന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ എങ്ങനെ പ്രതികരിക്കും? വാൾട്ടറുടെ മുഖം ഗൗരവം പൂണ്ടു. ഇനി പറയാൻ പോകുന്നത് കേട്ടാൽ താൻ ഞെട്ടും വാൾട്ടർ. മാഗി വിവാഹം കഴിക്കാൻ പോകുന്നവനെ അറിയില്ലേ? മിസ്റ്റർ മിൽട്ടൺ ലൂയിസ്. വാൾട്ടർ സ്ട്രൈഡറുടെ കണ്ണുകളിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി നിൽക്കുകയാണ്. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അപകടകാരിയായൊരു ക്രിമിനലാണ് അയാൾ. ഞാൻ നേരത്തെ പറഞ്ഞ ക്രിസ്റ്റൽ മെത്ത് ഡീലിങ്ങിൻ്റെ കിങ് പിൻ. ഇന്ന് അമേരിക്കയിൽ ഒറ്റയടിക്ക് ഏറ്റവും കൂടുതൽ മെത്തേൻഫെഡമിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ലാബ് അവൻ്റേതാണ്. പ്രതീക്ഷിച്ച പോലൊരു ഞെട്ടൽ വാൾട്ടറുടെ മുഖത്ത് കാണാത്തത് സ്ട്രൈഡറെ അമ്പരിപ്പിച്ചു. എനിക്കറിയാമായിരുന്നു മിസ്റ്റർ സ്ട്രൈഡർ. വാൾട്ടറുടെ ശബ്ദം താഴ്ന്നെങ്കിലും തീക്ഷ്ണമായിരുന്നു. എനിക്കറിയാമായിരുന്നു അവനൊരിക്കലും മാറാനാകില്ലെന്ന്. അവനും അവൻ്റെ അപ്പനും കൂടി നടത്തിയിരുന്ന ബിസിനസ്. അയാൾ പല്ലുഞെരിച്ചു. മാഗി അവനെ വല്ലാതെ വിശ്വസിച്ചിരിക്കുകയാണ് സാർ. എനിക്ക് പറഞ്ഞു തിരുത്താനാവാത്ത വിധം. കാരണം ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കാം. അറിയാം വാൾട്ട്. ഞാൻ വാൾട്ട് എന്ന് വിളിച്ചോട്ടെ? ഷുവർ. എൻ്റെ സഹായം എന്താണ് വേണ്ടതെന്ന് പറയൂ സാർ. വാൾട്ടറിന് അതറിയാനായിരുന്നു തിടുക്കം. തൻ്റെ സഹായം? സ്ട്രൈഡർ തുടർന്നു. വളരെ വെൽ പ്ലാൻഡ് ആയ ഒരു അണ്ടർ കവർ ഓപ്പറേഷനാണ് എനിക്ക് വേണ്ടത്. കൂടുതലൊന്നും വേണ്ട. താങ്കൾ എനിക്ക് വേണ്ടി അവൻ്റെ സുഹൃത്താകണം. മാഗിയുടെ പാർട്ട്ണർ എന്ന നിലയിൽ അവനുമായി പരിചയപ്പെട്ട് താങ്കൾ അയാളുമായി അടുക്കണം. മാഗി ഒരിക്കലും അറിയരുത്. എനിക്ക് വേണ്ടത് 1-2 പാക്കറ്റ് മെത്തല്ല, അവൻ്റെ ലാബ്. അതെനിക്ക് കിട്ടണം. എവിടെയാണ് അതെന്ന് ആർക്കും അറിയില്ല. കൂടാതെ ഇതെല്ലാമായി അവനെ കണക്ട് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. ഒരിക്കലും അവന് പുറത്തിറങ്ങാനാവാത്ത വിധം പൂട്ടണം നമുക്കവനെ. അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. മിൽട്ടൺ എപ്പോഴും എന്നെ ഒരു സംശയക്കണ്ണിലേ കാണും. അയാളുടെ പപ്പ ജയിലിലാകാൻ കാരണം എൻ്റെ പപ്പയാണ്. അതും എനിക്കറിയാം. പക്ഷേ എനിക്ക് ഈ സഹായം താൻ ചെയ്തേ മതിയാകും. ഏതു വിധേയനെയും താൻ അയാളുടെ ബിസിനസ്സിലൊന്ന് കയറിപ്പറ്റണം. തനിക്കതിന് കഴിയും വാൾട്ടർ. ഞാൻ ഒത്തിരി കേട്ടിരിക്കുന്നു തന്നെപ്പറ്റി. സന്തോഷമേയുള്ളൂ. വാൾട്ടർ ഹസ്തദാനത്തിനായി കൈനീട്ടി.